الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم أفمن أسس بنيانه على تقوى من الله ورضوان خير أمن أسس بنيانه على شفا جرف هار فانهار به في نار جهنم والله لا يهدي القوم الظالمين. സഹോദരന്മാരെ സഹോദരികളെ, ഈ ഉള്ളവൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മലയാള കൂട്ടായ്മയുടെ ഇസ്ലാം ഗുണകാംക്ഷ എന്ന ഈ ബർണാമിജ് ഈ ക്യാമ്പയിൻ ഇന്നു മുതൽ 2/2/1441 മുതൽ 4 മാസം നീണ്ടു നിൽക്കുന്ന നീണ്ട വിജ്ഞാനപരമായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയാണ് എന്നിൽ അർപ്പിച്ച ബാധ്യത നിങ്ങളോട് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഫളായിലുൽ ഇസ്ലാം ഒ മഹാസിനുഹു എന്ന ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠതകളും മഹിമകളും എന്ന വിഷയത്തെ ചൊല്ലി അല്പ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ സേവനങ്ങളെ നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ, അതിൽ നമുക്കേവർക്കും ആത്മാർത്ഥത നൽകട്ടെ എന്ന് മാത്രമല്ല, അള്ളാഹുനോട് നമുക്ക് ആത്മാർത്ഥമായി ഈ വിശുദ്ധ അള്ളാഹുവിൻ്റെ ഗേഹമാകുന്ന പള്ളിയിൽ വെച്ചിട്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ളതായ സദുദ്യമങ്ങൾ വിജയത്തിൽ നിന്നിട്ട് വിജയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രവർത്തകന്മാർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ സഹോദരികളെ, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ മറ്റു കാര്യങ്ങളെ പോലെയല്ല. ശ്രേഷ്ഠതകൾ, മഹിമകൾ എന്ന് വ്യക്തികളെക്കുറിച്ച്, സംഘടനകളെക്കുറിച്ച്, എന്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ വിപരീതം ഓപ്പോസിറ്റ് ഉണ്ടായിരിക്കാം. അഥവാ മഹാസിനിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? മസാവി. മഹാസിൻ എന്ന നന്മകൾ, മഹിമകൾ, അതിൻ്റെ വിപരീതം കുറവുള്ള ഭാഗങ്ങൾ എന്നതാണ്. പക്ഷെ അത് ഇസ്ലാമിനില്ല. ഇസ്ലാം എല്ലാം മഹാസിനാണ്. ഇസ്ലാം എല്ലാം മഹാസിനുകൾ തന്നെയാണ്. ഇസ്ലാം പരിപൂർണമായ അള്ളാഹുവിൻ്റെ മതമാണ്. അത് മനുഷ്യരാശിക്ക് അവൻ തീരുമാനിച്ച അവൻ്റെ ആ തഖ്തീത്ത് ഇലാഹി അനുസരിച്ച് ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങിയതായ ഒരു അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ പേരാണ് ഇസ്ലാം. അത് ആദം അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ ആരംഭിച്ചപ്പോൾ ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ ഓരോ സമൂഹത്തിന് ഓരോ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരവർക്ക് ജീവിക്കാനുള്ളതായ ജീവിത രീതിയും ശരീഅത്തും ഇറക്കിയിരുന്നു. അത് അതാത് കാലഘട്ടക്കാർക്ക് അള്ളാഹു നിയോഗിച്ചതായ നബിമാരിലൂടെയും അള്ളാഹു അവർക്ക് ഇറക്കാറുള്ളതായ ഗ്രന്ഥങ്ങളിലൂടെയുമാണ് അതിൻ്റെ വിശദീകരണം ലഭിക്കാറുള്ളത്. അതനുസരിച്ചിട്ട് ജീവിച്ചവർ ജീവിച്ചിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെയെല്ലാം ഈ ഇസ്ലാമിനുള്ള പ്രത്യേകതകളില്ല. കാരണം അതെല്ലാം എന്തായിരുന്നു? ഓരോ നബിമാർ അതാത് കാലഘട്ടത്തിൽ അവർ പോകുന്നതായ, അവരെ നിയോഗിക്കപ്പെടുന്നതായ ആ മേഖലകളിലേക്കും ആ ഏരിയയിലേക്കും ആ ചുറ്റുപാടിലേക്കും ആ ഉമ്മകളിലേക്കും മാത്രമായിരുന്നു. ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, മനുഷ്യരാശിക്കാസകലം ബഷീറും നദീറുമായിട്ടാണ് നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പറയുന്നു. അപ്പോൾ സാർവലൗകികമായി ലോകത്തിൻ്റെ എ മുതൽ സെഡ് വരെ ലോകത്തിൽ എവിടെയെല്ലാം ജനങ്ങളുണ്ട് അവിടെയെല്ലാം ഇസ്ലാം എത്താതെ ഖിയാമത്ത് നാൾ അടുക്കുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ ശൈലിയിൽ കാണാം. എവിടെയുണ്ട് വീടുകൾ, എവിടെയുണ്ട് ജനവാസ കേന്ദ്രങ്ങൾ, അവിടെയെല്ലാം ഈ മതം അവസാനം എത്താതിരിക്കുകയില്ല. എത്താതെ ഈ ലോകം അവസാനിക്കുകയുമില്ല. അത് സ്വീകരിച്ചവരുണ്ടായിരിക്കും, സ്വീകരിക്കാത്തവരുണ്ടായിരിക്കും. പക്ഷേ മതം ഒരു ചർച്ച വിഷയമായി ലോകത്തിൽ മാറുന്ന കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ അടുക്കുകയില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹുജ്ജത്ത് ഞാൻ സ്ഥാപിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി തന്നെ നിങ്ങളുടെ മുമ്പിൽ തെളിവ് നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അസത്യവും സത്യവും മനസ്സിലാക്കാനുള്ള ചുറ്റുപാടും അന്തരീക്ഷവും ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് അള്ളാഹുവിന് പരലോകത്തിൽ ഷിട്ടികളോട് പറയാനുള്ളതായ അവകാശമുണ്ടാവാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ
ഖുർആനിൻ്റെ ശൈലി നമുക്ക് കാണാം. പറഞ്ഞു വരുന്നത്, ഈ വിശുദ്ധ ഇസ്ലാമാകുന്ന ഈ നമ്മുടെ മതത്തിൻ്റെ മഹാസിനുകൾ പറയുമ്പോൾ നമുക്ക് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ചതായ ആ കാലഘട്ടം, ആ മേഖല, ആ അന്തരീക്ഷം അതെവിടെയാണ്? മക്കയിൽ. നമുക്കറിയാം 23 വർഷമാണ് റസൂലുള്ളാഹ് നുബുവത്തി ജീവിതം ജീവിച്ചത്, അഥവാ റിസാലത്ത് ജീവിതം, ബാധ്യത നിർവഹിക്കുക എന്ന ആ ഉത്തരവാദിത്തം നടപ്പാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നാം കണ്ടത് 23 വർഷമാണ്. അതിൽ 13 വർഷവും അതിൻ്റെ തറവാകാൻ വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് അത്ഭുതം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തറവാവുക എന്നത് മുഖ്യമാണ്. തറവാകിയില്ലെങ്കിൽ ഡെക്കോർ കൊണ്ടൊരു പ്രയോജനമില്ല ഒരു കെട്ടിടത്തിനും. അതുകൊണ്ട് ഞാൻ ഓതിയ ആയത്ത് അതിന് തെളിവാണ്. അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വ മിനല്ലാഹി വറിദ്വാനിൻ ഖൈർ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുറുഫിൻ ഹാർ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഒരു ബുനിയാനിനെ നാം കെട്ടിപ്പടുത്തുമ്പോൾ, ഒരു കെട്ടിടത്തിനെ നാം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ തറ പാകിയില്ലെങ്കിൽ, വേണ്ടതുപോലെ കെട്ടുറപ്പുള്ളതായ ഭദ്രതയിലുള്ള തറ പാകിയില്ലെങ്കിൽ അത് എന്ത് സംഭവിക്കും? അത് തകർന്നു പോകും. അത് എത്ര സുന്ദരമായ കാണാൻ ആസ്വാദ്യകരമായ രൂപത്തിലുള്ളതായ കെട്ടിടമായിരുന്നാലും, ഡെക്കോറുകൾ നല്ല രൂപത്തിൽ ഉണ്ടായിരുന്നാലും പ്രയോജനമില്ല. അതുകൊണ്ട് അള്ളാഹു തുല്യപ്പെടുത്തുന്നത് എന്തിനോടാണ്? തഖ്വയെ ആധാരമാക്കി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് കെട്ടിപ്പടുത്താൻ പോകുന്നതായ ഈ ദീനുൽ ഇസ്ലാമാകുന്ന ആദം അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ മനുഷ്യരാശി ഭൂമിയെ കാണാൻ തുടങ്ങിയ കാലഘട്ടം, ഭൂമിയിൽ മനുഷ്യരാശി വന്ന കാലഘട്ടം മുതൽ ഉള്ളതായ മതമാണ് ഇസ്ലാം. ഇസ്ലാമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റു മതങ്ങളൊക്കെ പുതിയതാണ്. 1000ഓളം വർഷങ്ങൾ ഈ തൗഹീദിൽ മാത്രം അടിയുറച്ച് ജീവിക്കുന്ന വിഭാഗമായിരുന്നു ആദം അലൈഹി ഇസ്ലാം മുതൽ ഉണ്ടായിരുന്നത് എന്നത് ഖുർആനിൽ സൂചനയുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന ഭാഗമാണ്. എന്നാൽ ഈ വിശുദ്ധ ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ പരിപൂർണത കുറിക്കുന്നതായ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതാകുന്ന ഒരു പ്രത്യേക രൂപം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയുണ്ടായി. അത് നമുക്കറിയാവുന്നതുപോലെ എ മുതൽ സെഡ് വരെ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളതായ അവൻ്റെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ എന്ന് മാത്രമല്ല കുടിൽ തൊട്ട് കൊട്ടാരം വരെ, എ മുതൽ സെഡ് വരെ അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ വിധി വിലക്കുകൾ, നിയമാവലികൾ, നന്മയാണെങ്കിൽ നന്മ, അല്ലെങ്കിൽ അവർക്ക് റസൂൽ പറയുന്ന ശൈലി എന്താണ്? നിങ്ങൾക്കുള്ള നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഞാൻ പോകുന്നതല്ല. ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് തന്നെ നിങ്ങളുടെ ആ നന്മകൾ എന്തൊക്കെ നിങ്ങൾക്കുണ്ട്, ഇല്ലാ ദല്ലക്കും അലൈഹി, റസൂലുള്ളാഹ് അതിലേക്ക് നിങ്ങളെ വഴി കാണിച്ചിട്ടല്ലാതെ റസൂൽ നമ്മളോട് വിട വാങ്ങിയിട്ടില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുള്ള, എന്തെങ്കിലും നിങ്ങൾക്ക് ദ്രോഹമുള്ള കാര്യങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ ആ പ്രയാസമുള്ള, ദ്രോഹമുള്ള കാര്യങ്ങളെ തൊട്ട് ആ വാണിംഗ് നൽകാതെ, ഇത് നിങ്ങൾ തിന്നാൻ പാടില്ല, ഇത് നിങ്ങൾ കാണാൻ പാടില്ല, ഇത് നിങ്ങൾ കേൾക്കാൻ പാടില്ല, ഇത് നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നീ ആ വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ പഠിപ്പിച്ചു തരാതെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്നിട്ട് വിട വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തെ പരിപൂർണമാക്കിയെന്ന ആയത്ത് തന്നെ ഇറക്കുന്നത് 23 കൊല്ലം പരിപൂർണമാകുന്ന സന്ദർഭത്തിലാണ്. ആ ദഅവത്ത് അതിൻ്റെ പരിപൂർണതയിലേക്ക്, അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ മേഖലയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70ഓളം പോരാട്ടങ്ങൾ ഏകദേശം നബിയുടെ നേതൃത്വത്തിൽ, അതിൽ 28ഓളം പോരാട്ടത്തിൽ നബി സ്വയം പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ആ യത്നങ്ങളും യാതനകളും വേദനകളും മർദ്ദനങ്ങളും എല്ലാം അനുഭവിച്ചതായ ആ മഹാനീണ്ട 23 കൊല്ലത്തെ പട്ടിക നിരത്തി വെക്കപ്പെട്ട ശേഷമായിരുന്നു റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ മഹാസിനുകൾ, എല്ലാ ഫളായിലുകളും ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണത്. എന്ത്? ഇസ്ലാം ദീന. അതിലപ്പുറം എന്താ വേണ്ടത് നമുക്ക്? നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുകയാണ് ഈ മതം, ഇസ്ലാമാകുന്ന ഈ മതം. ഇതല്ലാത്ത ഏത് തത്വങ്ങൾ, ഏത് ശാസ്ത്രങ്ങൾ, ഏത് ചിന്താഗതികൾ, ഏത് ലോകത്തിൽ ഉടലെടുത്തതായ അല്പചിന്തകന്മാരിലൂടെ ഉടലെടുത്തതായ എന്ത് ശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്തല്ല, അപൂർണമാണ്, താൽക്കാലികമാണ്. അങ്ങനെ പലതും നാം കേട്ടു. കമ്മ്യൂണിസം കേട്ടു, സെക്കുലറിസം കേട്ടു, പലതും അതിൻ്റെയൊക്കെ വയസ്സൊക്കെ എത്രയായിരുന്നു,
പേരെടുത്ത കാറൽ മാർക്സിന്റെ കമ്മ്യൂണിസത്തിൽ നാം കണ്ടത് 70 വർഷം മാത്രമാണ് അതിന്റെ പഴക്കം. അതുപോലെയല്ല ഈ മതം അത് പരിപൂർണമായത് കൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് അനിവാര്യമായ അത്യാവശ്യമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ മതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കിതാബിൽ നാം ഒന്നിനെയും ഉപയോഗിച്ചിട്ടില്ല, നമുക്ക് നന്മയുള്ള ഒരു കാര്യവും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത്രയും വിശാലമായ, അത്രയും നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളെ കൈയാളുന്ന, ആ മേഖലകളെയെല്ലാം മുആലജ നടത്തുന്ന മതമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പരിപൂർണമായി എന്ന ആയത്തിൽ അല്ലാഹ് അവസാനമാക്കിയത്. ഖുർആനിന്റെ തർത്തീബ് അനുസരിച്ച് അതിന്റെ തുടക്കത്തിലുള്ള സൂറത്തുൽ ബഖറ, ആല ഇംറാൻ, സൂറത്തുൽ നിസാ കഴിഞ്ഞ സൂറത്തുൽ മാഇദ, തുടക്കത്തിലുള്ള സൂറത്തുകളിലാണ് അത് ആയത്തുള്ളത്. പക്ഷേ ഇറക്കിയതപ്പോഴാണ് ആയത്ത് അവസാനം റസൂലുള്ളാഹിന്റെ ആ ദൗത്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാനത്തെ ഭാഗങ്ങളൊക്കെ ലോകത്തോട് സംസാരിച്ചതായ ആ സന്ദർഭത്തിൽ അതെല്ലാം സംസാരിച്ച് താഴെ ഇറങ്ങിയ സന്ദർഭത്തിലാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇറക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അസാസ് ക്ലിയർ ആക്കുമ്പോഴാണ് ആ മഹാസിനുകളും ഫദായിലുകളും പരിപൂർണതയിലേക്ക് എത്തിയതായ ആ മതമായി മാറുക. എന്നതുകൊണ്ട് തന്നെ അതിനെ സ്ഥാപിക്കേണ്ടതുപോലെ സ്ഥാപിക്കുന്ന ശൈലിയാണ് തഖ്വയെ ആധാരമാക്കി. അതാണ് തഖ്വ കൊണ്ട് വിവക്ഷ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇവിടെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ശൈലി നിങ്ങൾ ഒരു ഉമ്മത്താണ്, ഉമ്മത്തൻ വാഹിദൻ വഅന റബ്ബുക്കും ഫത്തഖൂൻ എന്നും ഫഅബ്ദൂൻ എന്നും ഖുർആനിൽ. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദതൻ വഅന റബ്ബുക്കും ഫത്തഖൂൻ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. ഇത് രണ്ടും ഒരേ അർത്ഥത്തെയാണ് കുറിക്കുന്നത് എന്ന് നമ്മുടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നതായിട്ട് കാണാം. കാരണം തൗഹീദ് ഇല്ലാതെ തഖ്വയില്ലല്ലോ. അപ്പോൾ ആ അടിസ്ഥാനപരമായ ആ തത്വത്തെ സ്ഥാപിച്ചുകൊണ്ട് അത് ക്ലിയറാക്കാന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാത്ത നാട്ടുകാരെ വെടിഞ്ഞു ഒഴിവായി അവരോട് വിടവാങ്ങി ആ തത്വത്തെ സ്ഥാപിക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടാക്കി കൊടുത്തു. അവിടെയാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അഥവാ വിശുദ്ധ മസ്ജിദുൻ നബവി ഉൾക്കൊള്ളുന്ന വിശുദ്ധ മദീനത്തുൽ മുനവ്വറ എന്ന പേരിൽ അറിയപ്പെടുന്ന മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മദീന, നബിയുടെ പേരിൽ ചേർക്കപ്പെടുന്ന 4 തവണ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി പറഞ്ഞതായ പദമാണ് അൽ മദീന എന്നത്. ആ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അവിടെ 13 വർഷം നമുക്കറിയാവുന്നതുപോലെ അടിസ്ഥാന തത്വമായ ആ തറവാകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. ആ സന്ദർഭത്തിലാണ് ഏറ്റവും പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്. നബിയുടെ സ്വന്തം ശരീരത്തിന്റെ തന്നെ ദ്രോഹങ്ങൾ അനുഭവിക്കുകയും ശകാരങ്ങളും ആക്ഷേപങ്ങളും ചീത്ത വാക്കുകളും ശരീരത്തിലേക്ക് തന്നെ കഴുത്തിൽ വള്ളിയിട്ട് മുറിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിൽ വെച്ചിട്ട് ദ്രോഹിച്ച സംഭവം, റസൂലുള്ളാഹി നമസ്കരിക്കുമ്പോൾ അവരുടെ ശിരസിന്റെ മീതെ ഒട്ടകത്തിന്റെ കുടൽമാല വന്നുകൊണ്ട് എറിഞ്ഞ സംഭവം, ഇതൊക്കെ രണ്ടാമത്തെ സംഭവം ബുഖാരിയിലുള്ളതാണ്. അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തറവാകാൻ വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ. ഈ തറവാവുക എന്നത് നാം വളരെ സൂക്ഷിച്ച് കേൾക്കേണ്ട വിഷയമാണ്. കാരണം ഈ തറവാകിയില്ലെങ്കിൽ പരിപൂർണതയിലേക്ക് എത്താൻ പറ്റുകയില്ല. പാളിപ്പോകും, ആളിപ്പോകും എന്ന് മാത്രമല്ല സ്ഥിരത ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഓരോ വ്യക്തികളും അവന്റെ മതത്തിൽ, അവന്റെ ആദർശത്തിൽ തറവാകുന്ന വിഷയത്തിൽ വളരെ കെട്ടുറപ്പുള്ള വിശ്വാസത്തിന്റെ ഉടമയായി മാറണം. അതുകൊണ്ട് ഏത് വിഷയം ആരോട് ചർച്ച ചെയ്താൽ തൗഹീദ് ഇല്ലാത്ത വ്യക്തികളോടാണെങ്കിൽ പ്രയാസപ്പെടും. ഉൾക്കൊള്ളാൻ കൂട്ടാക്കുകയില്ല, ഉൾക്കൊള്ളാൻ മെനക്കെടുകയില്ല. കാരണം അവനിൽ തൗഹീദ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. തൗഹീദുള്ള വ്യക്തിയോടോ അല്ലാഹ് പറഞ്ഞു അൽഹംദുലില്ലാഹി അലൽ റഅസി വൽ ഐൻ, ഉടനെ തന്നെ സ്വീകരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു അൽഹംദുലില്ലാഹി അലൽ റഅസി വൽ ഐൻ, ഉടനെ തന്നെ സ്വീകരിക്കും. അതേസമയത്ത് നേരെ മറിച്ചാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അനുഭവം ഉള്ളതാണ്. തൗഹീദ് ഇല്ലാത്തൊരു വ്യക്തിയോട് ഏത് വിഷയം ചർച്ച ചെയ്താൽ, അതുകൊണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയാറുണ്ട്, നാം ടൈം വേസ്റ്റ് ആക്കരുത്. തൗഹീദ് ഇല്ലാത്ത വിഭാഗത്തോട് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് അവരോട് ചർച്ച ചെയ്യേണ്ട വിഷയം അവരുടെ മാരകമായ രോഗമാകുന്ന, അവരുടെ കൂടെയുള്ള ക്യാൻസർ ആ തൗഹീദ് ഇല്ലായ്മയാണ്. ആ തൗഹീദ് ഇല്ലായ്മയാകുന്ന രോഗത്തിൽ നിന്നിട്ട് അവരെ തൗഹീദിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്, പാടുപെടേണ്ടത്. അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ അവരെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് 13 കൊല്ലം മക്കയിൽ വെച്ചിട്ട് അവർ പല ശൈലി അതിനെതിരെ ഉപയോഗിച്ചു, പല പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനാണെന്ന് പറഞ്ഞു, സാഹിറാണെന്ന് പറഞ്ഞു, മരണക്കാരനാണെന്ന് പറഞ്ഞു, ഷായിറാണെന്ന് പറഞ്ഞു, പല ചീത്തകളും ആക്ഷേപങ്ങളും പറഞ്ഞു. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അവരുടെ ശരീരത്തെ തന്നെ ദ്രോഹിക്കാൻ, മർദ്ദിക്കാൻ, അല്ല വധിക്കാൻ പ്ലാൻ വരെ ഇട്ടു എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്.
സഹോദരന്മാരെ, സഹോദരികളെ, ഈ വിശ്വാസപരമായ കാര്യങ്ങൾ പറയുമ്പോൾ മഹാസനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, മെയിൻ ഭാഗത്ത് നിൽക്കുന്ന, ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അത് തീർച്ചയായിട്ടും നാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ശൈലി തന്നെ ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കണം. ധൈര്യസമേതം, ഒരു യക്ഷക്കില്ലാതെ, സംശയമില്ലാതെ, ധൈര്യസമേതം നമുക്ക് തെളിവ് നിരത്തി പറയാൻ പറ്റുന്നതായ ഒരു കാര്യമാണ് തൗഹീദ്. അത് ആര് എന്ത് പറഞ്ഞാൽ അല്ലാഹ് തന്നെ ഖുർആനിൽ ഒമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബി, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്ത ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഇലാഹാക്കലായി മാറി. അതുകൊണ്ട് നാം ഇലാഹാക്കുന്നു എന്ന ഉദ്ദേശത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്താണ്. ഇസ്ലാമിന്റെ ABCD അറിയാത്തവർ പറയുന്ന ശൈലിയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹാക്കുക എന്നതിന്റെ വിശദീകരണം തന്നെ നൽകിയത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട അവകാശമാകുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് നൽകുകയാണെങ്കിൽ അത് ആ വ്യക്തിയെ ഇലാഹാക്കലാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അമ്മൻ യുജീബുൽ മുദ്തറ എന്ന ആയത്ത് പരിശോധിച്ച് നോക്കുക. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു വയക്ഷിഫു സുഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുത്താൻ, നിങ്ങൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകാൻ ആരുണ്ട്? അഇലാഹും മഅല്ലാഹ്. ഇതൊക്കെ ചെയ്തു തരാൻ അല്ലാഹു അല്ലാതെ വേറെ ഇലാഹുണ്ടോ? ചോറ് തിന്ന ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാം എന്താ പറഞ്ഞത്. അഥവാ ഈ ജോലി ആരുടെ പരിപാടിയാണ്? അല്ലാഹുവിന്റെ, ഇലാഹിന്റെ ജോലിയാണ്. ഇലാഹിനല്ലാതെ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇലാഹും അല്ലാഹ്. അപ്പോൾ ഈ രൂപത്തിൽ, ഈ വിശ്വാസത്തിൽ ഒരാള് അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിൽ നിന്നിട്ട് തേടേണ്ട, ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ ഇലാഹാക്കിയ ആളായി മാറുന്നു എന്നർത്ഥം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുന്നത്, യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബി വഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗത്തിന് അല്ലാഹു അല്ലാത്തവരെ ഇലാഹാക്കി, അല്ലാഹു അല്ലാത്തവർക്ക് അല്ലാഹുവിന് കൊടുക്കുന്നതായ പ്രത്യേകത നൽകി, അല്ലാഹുവിനെ തരം താഴ്ത്തി കാഷ്ടിക്കുന്ന, മുദ്രിക്കുന്ന മനുഷ്യന്മാരോട്, ഷിട്ടികളോട് തുല്യപ്പെടുത്തുന്ന വിഭാഗം ലാ ബുർഹാന ലഹു ബി, അവൻ അതിന് തെളിവ് ഇല്ലേ ഇല്ല. അള്ളയാണ് തെളിവില്ല എന്ന് പറഞ്ഞത്. പിന്നെ എന്തിനോടോ നീ പേടിക്കണം വാദിക്കാൻ? പിന്നെ എന്തിനാണ് നീ ഭയപ്പെടണം അല്ലെങ്കിൽ കിശക്കുണ്ടാവണം അവരോട്, അങ്ങനെയുള്ളവരോട് ചർച്ച ചെയ്യാൻ? ആവശ്യമില്ല. അള്ളാഹു തീർത്ത് പറഞ്ഞതാണ്, ഖുർആൻ തീർത്ത് പറയുന്നു ലാ ബുർഹാന ലഹു ബി. പക്ഷേ ഇങ്ങനെയൊക്കെ ആയതോടുകൂടി ആ പണി നിർത്തുന്നില്ലെങ്കിൽ, ആ നീച നികൃഷ്ട ഷിർക്ക് എന്ന പദ്ധതി ഒഴിവാക്കുന്നില്ലെങ്കിൽ, ഷിർക്ക് എന്ന ആ മഹാപാപം ഒഴിവാക്കുന്നില്ലെങ്കിൽ, ഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, എൻ്റെ അടുക്കൽ വാ, നിങ്ങൾക്ക് ഇന്ന ശിക്ഷയാണ്, നിങ്ങൾ നരകത്തിലാണ് പോവുക, നിങ്ങൾക്ക് ഇന്നതൊക്കെ ലഭിക്കും എന്നല്ല പറഞ്ഞത്. എൻ്റെ അടുക്കൽ വാ, ഞാൻ കാണിച്ചു തരാം. തൗഹീദിനെ സംരക്ഷിക്കാതെ, തൗഹീദിനെ മനസ്സിലാക്കാതെ, അള്ളാഹുവിനെ ഷിട്ടികളോട് തുല്യപ്പെടുത്തി ഭൂമിയിൽ അതിനുവേണ്ടി വാദിച്ച്, അതിനുവേണ്ടി സ്റ്റേജ് കെട്ടി, അതിനുവേണ്ടി പ്രസംഗിച്ച്, അതിനുവേണ്ടി ലേഖനം എഴുതി, അതിനുവേണ്ടി ദഅവത്ത് നടത്തി ജീവിക്കുന്ന വിഭാഗത്തോട് പ്രത്യേകം പറയുന്ന ശൈലിയാണ് ലാ ബുർഹാന ലഹു ബി. അതിന് അവർക്ക് തെളിവില്ല. ഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, റബ്ബിന്റെ അടുക്കൽ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്കുള്ളതായ, അവർക്ക് അർഹപ്പെട്ട ശിക്ഷ എന്താണ് എന്നത്. ആ ശൈലിയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഉപയോഗിച്ചത്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഒരിക്കലും സത്യനിഷേധികൾക്ക് ഒരു വാദപ്രതിവാദത്തിലും ഒരു നിലക്കുള്ളതായ ചർച്ചയിലും വിജയിക്കാൻ സാധിക്കുക തന്നെയില്ല. കാരണം അവരുടെ കൂടെ തെളിവില്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ തറബാവുക എന്ന ഈ മഹാദൗത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എവിടെ ആരോട് സംസാരിക്കാൻ, ഏത് മേഖലയിലേക്ക് ചെല്ലാൻ, അമ്പലത്തിന്റെ അകത്ത് ചെന്നാൽ പാളൂല, പതറൂല, ക്രിസ്ത്യാനികളുടെ ചർച്ചിലേക്ക് ചെന്നാൽ പാളൂല, പതറൂല എന്ന് മാത്രമല്ല, സ്വാമിമാരെ കണ്ടാൽ ഇളകൂല, ഒന്നും സംഭവിക്കൂല. ഉറച്ച കെട്ടുറപ്പുള്ള വിശ്വാസമുള്ള മനുഷ്യന്മാർക്ക് ഒരു പാളൽ വരികയില്ല. മനസ്സിലായില്ലേ? കാറ്റത്ത് കെട്ടപ്പെട്ട തോലുപോലെയായി മാറുന്നതല്ല നമ്മുടെ വിശ്വാസം. എപ്പോൾ നമുക്ക് കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൂടെ നീ ആരെയും പങ്കു ചേർക്കരുത്. ഇതൊക്കെ റിപ്പോർട്ടുകളിലുള്ളതാണ്. എന്താ പറഞ്ഞത് റസൂല്? ഈ സ്ഥലത്ത്
കാലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്ന നമ്മുടെ മുമ്പിൽ വിഷമം കൊള്ളുന്ന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്നെ കരിക്കപ്പെട്ടാൽ, നിന്നെ ഛിന്ന ഭിന്നമായി കഷ്ടമായി നിന്നെ മുറിക്കപ്പെട്ടാൽ, നിന്നെ ശിക്ഷിക്കപ്പെട്ടാൽ ഒരിക്കലും നീ അള്ളാഹുവിന്റെ കൂടെ ശിട്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിന്റെ കൂടെ ശിട്ടികളെ പങ്കുചേർക്കരുത്, ഒരിക്കലും ചെയ്യരുത്. അത് നിന്നെ എന്ത് രൂപത്തിൽ, ഈ രൂപത്തിലുള്ള വിശ്വാസം, ഏത് എന്നെ ചിഹ്നമായിട്ട് കഷ്ടിച്ചാലും ഞാൻ ഒഴിവാവുകയില്ല എന്ന വിശ്വാസത്തിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാമിമാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫാദർമാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളെ കാണുമ്പോഴോ അവന് പാളൽ വരികയില്ല, അവന് ലയനം തോന്നുകയില്ല. ആ ലയനം സത്യം വിട്ട് കളിയില്ല എന്നതാണ് യഥാർത്ഥ ലയനം. സത്യം വിട്ട് കളിയില്ല, അഥവാ സത്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ സത്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇതാണ് സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം, ലക്കും ദീനുക്കും വലിയ ദീൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന് പറയാനുള്ള തൻ്റെ ഇടത്ത് ചെങ്കൂറ്റം ഉണ്ടാവുകയും ചെയ്യും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായത്. എത്ര തവണ നീക്കുപോക്കിന് വേണ്ടി മക്കക്കാര് തായിഫുകാർ പരിശ്രമിച്ചു, അതൊക്കെ ഖുർആൻ പറയുന്നില്ലേ. ആ തായിഫുകാർ പരിശ്രമിച്ച, മക്കക്കാർ പരിശ്രമിച്ച പരിശ്രമത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ, സ്ഥിരത ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ തൗഹീദിൽ, നിങ്ങളൊന്ന് അവരിലേക്ക് ചാഞ്ഞു പോയിരുന്നേനെ എന്ന് അല്ലാഹു ഖുർആൻ പറഞ്ഞ ശൈലിയുണ്ട്. പക്ഷെ അല്ലാഹുവാണ് റസൂലുള്ളാഹിക്ക് തസ്ബീത്ത് നൽകിയത്. ആ തസ്ബീത്ത് നൽകിയ റസൂലാണ്. ആ തസ്ബീത്ത് നൽകാൻ വേണ്ടി മക്കയിലുള്ള പരിസരത്തിലുള്ള കുറച്ച് ആൾക്കാരെ പരിശ്രമിച്ചു, അത് വിജയിച്ചു. അവരെയും കൂട്ടി, അത് അവിടെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെയും കൂട്ടി മദീനയിലേക്ക് വന്നു. നിങ്ങൾ നിങ്ങളുടെ പാടിന് നിങ്ങളവിടെ കഴിച്ചു കൂടിക്കോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ആദർശ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഈ സ്ഥിതി ചെയ്യുന്നതായ വിശുദ്ധ മദീനയിലേക്ക് വരികയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മുതലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദഅവത്ത് അതിന്റെ വേറെ രൂപത്തിൽ ഒരു പ്രത്യേക വഴിത്തിരിവ് നബിയുടെ ദഅവത്തിനുണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് മഹാസനുൽ ഇസ്ലാമിന്റെ പരിപൂർണത അവിടെ മുതൽ കാണാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് മുആഹാത്ത് നടത്തുന്നു. ലോകം കണ്ടിട്ടില്ലാത്ത, ഏതിനേലും രാഷ്ട്രീയ നേതാക്കളിൽ കണ്ടിട്ടില്ലാത്ത, ഏത് രാഷ്ട്രീയ തലവന്മാരിൽ കണ്ടിട്ടില്ലാത്ത, ഏത് നാടുകളിൽ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ളതായ ആ സാഹോദര്യ ബന്ധത്തോടു കൂടി നല്ല കെട്ടുറപ്പുള്ള ഭദ്രതയുള്ളതായ മുജ്തമഅനെ, ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 10 കൊല്ലവും അല്പ ചില മാസങ്ങളും മാത്രം. അതിലൂടെ എന്ത് സംഭവിച്ചു? ലോകം കണ്ടിട്ടില്ലാത്ത, ആദം മുതൽ ഖിയാമത്ത് നാൾ വരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് വാർത്തെടുക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്തു. അതിനേക്കാളും മഹിമ മഹൂദി വേറെ എന്ത് വേണം? ആ സമൂഹത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അവര് നബിമാര് കഴിഞ്ഞാൽ ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വാർത്തെടുത്തതായ ആ മുഹാജിറുകളും അൻസാറുകളും ആണ്. അവർക്ക് മുമ്പ് ആരും കടക്കൂല നബിമാര് കടന്നാൽ. അത്രയും വലിയ സ്റ്റാൻഡേർഡ് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ലഭിച്ചു. കാരണം അതിന് മാത്രമുള്ളതായ ആ ത്യാഗവും പ്രയാസവും, പട്ടിണിയും അറപ്പട്ടിണിയും ഹിജ്റയും എന്തെല്ലാം അവർ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു, പലരും ലോകത്തിൽ ചെയ്തിട്ടില്ലാത്തത് അവർ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചു എന്നതാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചതായ പ്രത്യേകതയിൽ നാം കണ്ടത്. അതുകൊണ്ട് നാം ചർച്ച ചെയ്തു വരുന്നതായ ആ മഹിമ, ആ ബഹുമതി, ആ ബഹുമാനം, ആ പ്രത്യേകത ഇസ്ലാമിൻ്റെത് തൗഹീദിലൂടെയാണ് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുക എന്ന് മദീന മക്ക ജീവിതത്തിലൂടെ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇവിടെ റസൂലുള്ളാഹി വാർത്തെടുത്തതായ സഹാബാക്കളിൽ നിന്നിട്ട് സഅദ് ഇബ്നു അബി വഖാസ് ഖാദിസിയ യുദ്ധത്തിൽ നിങ്ങൾ സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതൊക്കെ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ ടൈം സഹായിക്കുകയില്ല. ഖാദിസിയ പോരാട്ടത്തിൽ, ഖാദിസിയ യുദ്ധം ഏറ്റവും ചരിത്രത്തിൽ പേരെടുത്ത യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പേർഷ്യക്കാരോടാണ് യുദ്ധം. സഅദ് ഇബ്നു അബി വഖാസ് ആണ് അവിടെ നിന്ന് ഉമറുൽ ഖത്താബിന്റെ പ്രതിനിധിയായിട്ട് പോയിട്ടുള്ളത്. ആ സഅദ് ഇബ്നു അബി വഖാസിനോട് റുസ്തും അവരുടെ ചക്രവർത്തി അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി, അവരുടെ കമാൻഡർ ആവശ്യപ്പെടുന്നു, ഈ ആട്ടിടിയന്മാരായ പേരും പെരുമയുമില്ലാത്ത, ജനങ്ങളുടെ അറിയപ്പെടാത്ത, ഞങ്ങളിൽ നിന്നിട്ടൊക്കെ പലപ്പോഴും കടം വാങ്ങാറുള്ള, ഞങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരായ ആ അറബികള്, കാട്ടാളന്മാര് ഇവിടെ ഇപ്പോൾ യുദ്ധത്തിന്റെ പേരും പറഞ്ഞ് വന്നിട്ടുള്ളത്. എന്താണ് അവരുടെ കൂടെ ഉള്ളത്? ഒന്ന് ഞാൻ മനസ്സിലാക്കട്ടെ, ഒന്ന് ഞാൻ അവരുടെ കൂടെ ഇരിക്കട്ടെ എന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കിയിട്ട് മൂപ്പര് മുസ്ലിം പട്ടാളത്തിന്റെ കമാൻഡറാകുന്ന സഅദിനോട് ഒരാളെ എന്നിലേക്ക് അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. നോക്കൂ, അടിസ്ഥാന തത്വം ക്ലിയർ ആയി കഴിഞ്ഞാൽ പാളല് വരികയില്ല. അടിയുറപ്പുള്ള കെട്ടുറപ്പുള്ള പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോട് ഇസ്ലാമിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സംസാരിക്കാൻ നമ്മുടെ നേതൃത്വങ്ങൾ ലോകത്തിന് കാഴ്ചവെച്ചതായ മഹാമാതൃകാപരമായ ജീവിത ശൈലിയാണ് എന്നത് പഠിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഞാൻ പറയുന്നത്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് സെലക്ട് ചെയ്യുന്നു മുസ്ലിം ലോക നേതാക്കളിൽ ഒരു നേതാവായ അന്നത്തെ കാലഘട്ടത്തിൽ റിബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ. റിബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു മഹാനായ സഅദ് ഇബ്നു അബി വഖാസിന്റെ പ്രതിനിധിയായിട്ട് ചെല്ലുമ്പോൾ റുസ്തും എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സിൽബന്ദികളെയും അദ്ദേഹത്തിന്റെ പട്ടാളത്തെയും എല്ലാം മാർച്ചിങ് നടത്തിയിട്ട് ഒന്ന് അഹങ്കാരത്തോടു കൂടിയുള്ളതായി ഇരുത്തിയിരിക്കുകയാണ്. എന്ത് വരുമ്പോൾ റിബി പേടിക്കട്ടെ, വരുമ്പോൾ മുസ്ലിങ്ങളുടെ പ്രതിനിധി പേടിക്കട്ടെ എന്നാണ് മനസ്സിലാക്കിയത്. മൂപ്പര് ദൂരെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു. അവരുടെ ഉബ്ബഹ, അറബി ഭാഷയിൽ ഉബ്ബഹ എന്ന് പറയാം, അവരുടെ ആ അഹങ്കാര ശൈലിയൊക്കെ കണ്ട് ദൂരെ നിന്ന് ഇത് വീക്ഷിച്ചു. മൂപ്പരുടെ കുതിരയെ അവിടെയുള്ള ഒരു വൃക്ഷത്തിൽ കെട്ടി, എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള വില്ല് കൊണ്ട് കൊത്തി കൊത്തി ഒരു നിസ്സാര രൂപം വരെ നോക്കിയും കൊണ്ട് അടുക്കിലേക്ക് ചെന്നു. ചോദിച്ചു, നിങ്ങളുടെ കൂടെ എന്താണുള്ളത് എന്ന് റുസ്തും ചോദിക്കുകയാണ്. പറയുന്നു, ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നീ എന്താ മനസ്സിലാക്കിയത്? ഇന്നല്ലാഹ ബഅസനാ ലിനുഖ്രിജൻ നാസ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. ഞങ്ങളുടെ കൂടെ നിന്റെ കൂടെ ഉള്ളതുപോലെയുള്ളതായ പുതിയ തന്ത്രമത്തത്വങ്ങളൊന്നുമില്ല. അതെന്ത്? നാട് കീഴക്കുക, നേതാവായി മാറുക, പ്രശസ്തരായി മാറുക, ഇതൊന്നുമല്ല ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഞങ്ങളെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നിയോഗിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ലിനുഖ്രിജൻ നാസ, മനുഷ്യരാശിയെ പുറപ്പെടുവിക്കാൻ വേണ്ടി, മിൻ ഇബാദത്തിൽ ഇബാദ്, അടിമകൾക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്നിട്ട് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, അടിമകളുടെ ശിഷ്ടാവായ രക്ഷിതാവായ നാഥനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ അവരെ ആരാധിക്കുക എന്ന ആ മഹാസലകർമ്മം, ആ മഹാ ഇബാദത്ത് അത് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിന്യരായി ജീവിക്കുന്ന ജീവിതം അതേതാണ്? ഷിട്ടികളെ ആരാധിക്കുക, ഷിട്ടികളെ പൂജിക്കുക, ഷിട്ടികളിൽ നിന്നിട്ട് പ്രശ്നങ്ങൾ തേടുക, അതുപോലെയുള്ളതായ നിന്യതയുള്ള ജീവിതത്തിൽ നിന്നിട്ട് ഉയർന്ന ജീവിതമാകുന്ന അതേതാണ്? റബ്ബുൽ ഇബാദിലേക്ക് ആരാധനകൾ, പ്രാർത്ഥനകൾ കേറുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റുക. അപ്പോൾ ഈ രൂപത്തിൽ ജീവിക്കുന്നവരെ പുറപ്പെടുവിക്കാൻ, അവരുടെ അന്തരീക്ഷത്തിൽ നിന്നിട്ട് നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ പിന്നെന്താണ് ഞങ്ങളുടെ ഡ്യൂട്ടി? ദുനിയാവാകുന്ന ഇടുങ്ങിയ ജീവിതത്തിൽ നിന്നിട്ട് സ്വർഗലോകമെന്ന പരലോകത്തിലുള്ള വിശാലമായ ആ ലോകത്തിൽ ജീവിക്കാനുള്ള ചുറ്റുപാടിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇസ്ലാം, ദീനിന്റെ പേരിൽ നിങ്ങളൊക്കെ അഥവാ ക്രിസ്ത്യാനികളും അതുപോലെ പേർഷ്യക്കാരും അവരൊക്കെ ദീനിന്റെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നു, മർദ്ദിക്കുന്നു, അടിമപ്പെടുത്തുന്നു. അങ്ങനെയുള്ളതായ ആ ദ്രോഹത്തിൽ നിന്നിട്ടും മർദ്ദനത്തിൽ നിന്നിട്ടും ഇലാ അദ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നീതിയിലേക്ക്, ഇസ്ലാമിന്റെ വിശാലമായ ആ നീതിയിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ പദപ്രയോഗങ്ങളാണ് മഹാനായ റിബീഇ ഇബ്നു ആമിർ അവിടെ ഉപയോഗിച്ചത്. എന്തേ? റിബീഇ ഇബ്നു ആമിർ നാം ചർച്ച ചെയ്തു വരുന്നതായ മഹാസിനുൽ ഇസ്ലാമിന്റെ മഹിമകളുടെ, ഇസ്ലാമിന്റെ ആ വിഷയ പ്രത്യേകതകളുടെ ടോപ്പിൽ നിൽക്കുന്ന തൗഹീദ് ഉൾക്കൊണ്ടതുകൊണ്ട് അദ്ദേഹം അവരുടെ ഉബ്ബഹത്ത് കണ്ടപ്പോൾ, അവരുടെ മഹിമകൾ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം കണ്ടപ്പോൾ, അവരുടെ പട്ടാളത്തെ കണ്ടപ്പോൾ, അവരുടെ കൂടെയുള്ള ആയുധങ്ങൾ കണ്ടപ്പോൾ, അവരുടെ കൂടെയുള്ള കുതിരകൾ കണ്ടപ്പോൾ ഞെട്ടിയില്ല, പേടിച്ചില്ല, ഭയപ്പെട്ടില്ല. പതരാത്ത വാദത്തോടെ, ചിതരാത്ത ചിത്തത്തോടെ ആ ഇസ്ലാമിന്റെ മെയിൻ തത്വങ്ങൾ, അതിന്റെ മഹാസിനുകൾ അവിടെ പറഞ്ഞുപോയി. അന്നു മുതൽ ഇന്നു മുതൽ ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങൾ ചരിത്രം വായിക്കുന്നവര്, ചരിത്രത്തിലുള്ളതായ ഇസ്ലാമിക ഫുതുഹാത്തുകൾ വായിക്കുന്നവര് ഈ പദങ്ങൾ വായിച്ചുകൊണ്ടേ, പ്രസംഗിച്ചു കൊടുത്തുകൊണ്ടേ, ഫുതുബോധിക്കൊണ്ടേ, ലേഖനം എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് മഹിമ, അതാണ് ബഹുമതി, അതാണ് ബഹുമാനം. യഥാർത്ഥത്തിൽ മദീനയിലേക്ക് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഇതുവരെ ചർച്ച ചെയ്തു വരുന്നതായ കെട്ടുറപ്പുള്ളതായ വിശ്വാസം 13 വർഷത്തിലൂടെ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ച റസൂല് മദീനയിലേക്ക് വരുമ്പോൾ ഇവിടെ 3 രൂപത്തിലുള്ള ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഹാനൽ അംർ, പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടി. നബിക്ക് അവിടെ ഉണ്ടായിരുന്ന പ്രയാസം ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് കാരണത്താൽ അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു, ഉദീന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമൂ വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. നിങ്ങൾ
യുദ്ധം ചെയ്യപ്പെടുന്നവരാണ്. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങൾ അവരെ വിട്ടൊഴിവാക്കി വന്നിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളെ വിട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കിനി അവിടെ ജീവിച്ചതുപോലെയുള്ളതായ ജീവിതം ജീവിക്കേണ്ടതില്ല. പിടിച്ചോ വാള്, ചെയ്തോ യുദ്ധം. ഉദിന ലില്ലദീന യുഖാതലൂൻ, യുദ്ധം ചെയ്യപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന ആ വിഭാഗമാകുന്ന സഹാബാക്കൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുകയാണ്. എന്ത്? ബിഅന്നഹും ദുലിമു, നിങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരോട് പകരം ചോദിക്കാൻ അവകാശം നിങ്ങൾക്കുണ്ട്, ഞാൻ ആ അവകാശം അധികാരം തന്നിരിക്കുകയാണ് എന്ന യുദ്ധത്തിന്റെ ആയത്ത് ഇവിടെ ഇറങ്ങലോട് കൂടി റസൂലും സഹാബത്തും ജീവിത രീതി മാറ്റി. ശത്രുക്കളാകുന്ന ജൂതന്മാരവരെ പിടിച്ചിട്ട് അവരെ വള്ളിയില്ലാത്ത രൂപത്തിൽ കെട്ടിയിട്ടു. അവരുടെ ശത്രുതയിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാധ്യമങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ടു. ആ രൂപത്തിൽ ഭദ്രതയുള്ളതായ മുജ്തമഅനെ മദീനയിൽ കെട്ടിയുണ്ടാക്കി. ആ കെട്ടിയുണ്ടാക്കിയതായ ശൈലികളൊക്കെ നിങ്ങൾക്ക് പറയാതെ അറിയുന്ന നീണ്ട പട്ടികയാണ്. അത് ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സിലോ അല്ലെ 10 ക്ലാസ്സിലോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതായ മഹിമകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ചതായ മുത്തമാസിക്കായ ആ മുജ്തമഅന് വേണ്ടി അവര് ആദ്യം മുആഹാത്ത് നടത്തുന്നതോടുകൂടി ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് ഒരു വരസലില്ലാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പാടുപെട്ടു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായിട്ട് ഒരു നിലക്കും വരസൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. തമ്മിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ സലാം പറയാൻ ആദ്യമായി റസൂലുള്ള മദീനയിലേക്ക് വന്നിട്ട് മസ്ജിദ് ഖുബ സ്ഥാപിക്കുന്നതിന് മുമ്പ് ആ ദിവസങ്ങളിലോ ആയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റസൂലിനെ കാണാൻ പോയപ്പോൾ റസൂലുള്ളാഹിനെ കണ്ട ഉടനെ പറഞ്ഞ ശൈലി നിങ്ങളെ ഞാൻ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്നഹു ലൈസ വജ്ഹു കദ്ദാബ്, കളവ് പറയുന്ന മുഖമല്ല എന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായ വാക്കുകളിൽ ആ സ്വർണം പോലോത്ത, ആ പവിഴം പോലോത്ത, ആ മുത്തു പോലോത്ത അവരുടെ വായയിൽ നിന്നിട്ട് പുറപ്പെടുന്ന പദങ്ങളിൽ പെട്ടതായിരുന്നു എന്ത്? ഉഫ്ശുസ്സലാം വഅത്ഇമുത് തആം വസല്ലൂ ഫിൽ ലൈലി വന്നാസു നിയാം. അങ്ങനെ ആ നന്മകൾ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമാക്കാൻ, ആ മഹാസനുകൾ വ്യാപകമാക്കാൻ ആവശ്യമുള്ളതായ ഉപദേശ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയായിരുന്നു. ആ ഇഫ്ശാഉസ്സലാം എന്ന് പറയുന്നതായ അത് ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് വെറുപ്പും അറുപ്പും ഇല്ലാതിരിക്കാൻ ആദ്യമായിട്ട് അഥവാ വെറുപ്പുണ്ടായാൽ തന്നെ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണ്? അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് ആരംഭിക്കുന്ന ആരാണ് സുൽഹ എന്ന ആള്. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട്, ഒരു സമൂഹം മറ്റൊരു സമൂഹവുമായിട്ട്, ഒരു നാട്ടുകാരൻ മറ്റൊരു നാട്ടുകാരുമായിട്ട് വെറുപ്പോ അറുപ്പോ ഇല്ലാത്ത രൂപത്തിലുള്ള ജീവിതം ജീവിക്കണം എന്ന നിർബന്ധം ഇസ്ലാമിനുണ്ടായി. ആ രൂപത്തിലുള്ള സമൂഹത്തെ വാർത്തെടുത്തു. അതിന് വല്ല പോളൽ ഏറ്റുപോകുന്നുണ്ടെങ്കിൽ അതിനപ്പടി തന്നെ മുആലജ നടത്താൻ, അപ്പടി തന്നെ അതിനെ നിർമ്മാർജ്ജന ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടുപെടുകയും ചെയ്തു. അതിൽ പെട്ടതാണ് അക്രമം. തീരെ പാടില്ല. നിങ്ങളുടെ ഇടയിൽ അല്ലാഹു പറയുന്നു ഹദീസിലൂടെ അത് അക്രമം അല്ലാഹു ഇഷ്ടപ്പെടാത്തതാണ്. ഫലാ തദ്ലമു, അല്ലാഹു ഇഷ്ടപ്പെടാത്തത് നിങ്ങളിലും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ആക്രമിക്കരുത്. ഒരു അവസരത്തിൽ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു, നുഅ്മാൻ ഇബ്നു ബശീർ റിപ്പോർട്ട് ചെയ്യാണ്, ബഷീർ എന്ന് പറയുന്ന വാപ്പ നുഅ്മാൻ എന്ന് പറയുന്ന മകന് ഒരു സംഭാവനയായിട്ട് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്നിട്ട് നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത് ഞാനങ്ങനെ സമ്മതിക്കൂല, ഒരു കുട്ടിക്ക് മാത്രം അങ്ങനെ കൊടുക്കൽ ശരിയല്ലല്ലോ, റസൂലുള്ള സാക്ഷി നിൽക്കട്ടെ, ഇതായിക്കോട്ടെ. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലാം. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നപ്പോൾ റസൂലുള്ള ചോദിക്കുകയാണ്, അല്ല ബഷീറെ, നിങ്ങളുടെ മകൻ നുഅ്മാൻ അല്ലാതെ വേറെ കുട്ടികളുണ്ടോ? നിങ്ങൾക്ക് ഉണ്ട്. എന്നാൽ എല്ലാവരിൽ നിന്നിട്ട് നിങ്ങൾ ബിർ ആഗ്രഹിക്കുന്നില്ലേ, നന്മ ആഗ്രഹിക്കുന്നില്ലേ? എല്ലാ മക്കളും ഒരുപോലെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾക്ക് ബോധിയില്ലേ? ഉണ്ട്. എന്നാൽ ഈ കുട്ടിക്ക് കൊടുക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കുന്നതല്ല. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നീതി എല്ലായിടങ്ങളിലും, നീതിയിൽ നീതി എന്ന് മാത്രമല്ല അക്രമം നിർമ്മാർജ്ജനം ചെയ്യാനുള്ളതായ ശൈലി. ഏത് ഒരു വീട്ടിൻ്റെ അകത്ത് വരുന്ന പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം കൈയാളുന്ന ശൈലി നിങ്ങൾ കേട്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കുന്നതല്ല, നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി സാക്ഷിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് വല്ല പ്രത്യേകത നൽകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതുപോലെ നൽകണം. ആ കുട്ടിക്ക് മാത്രം നൽകുന്നത് ശരിയല്ല. അത് മറ്റുള്ള കുട്ടികൾ ഹൃദയത്തിൽ പുറത്ത് പറഞ്ഞില്ലെങ്കിലും അത് അവരുടെ ഹൃദയത്തിൽ വീന്തുരുകും. എന്തേ വാപ്പ അങ്ങനെ എന്നോട് പെരുമാറിയത് എന്നവർക്ക് തോന്നും. അങ്ങനെ തോന്നാൻ നീ കാരണക്കാരനായി തീരരുത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കും പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ഒരു വഴിയിൽ കൂടി വിട്ടുകിടക്കുമ്പോൾ അബൂ മസ്ഊദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടിമയെ വടികൊണ്ടിടിക്കുകയാണ്. അപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേക്കിൽ നിന്നിട്ട് അബാ മസ്ഊദ് എന്ന ശബ്ദം കേൾക്കാണ്.
അപ്പോൾ മൂപ്പര് ആദ്യം ക്ലിയർ ആയ ശബ്ദമല്ലായിരുന്നു. പിന്നെ ക്ലിയർ ആയപ്പോൾ ബാക്കിൽ നോക്കി മൂപ്പര് പേടിച്ചു. റസൂലാണ് വിളിക്കുന്നത്, റസൂലാണ് കണ്ടത് ഞാൻ എൻ്റെ അടിമയെ അടിക്കുന്ന കാഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം. ഈ കുട്ടിക്കെതിരിൽ, ഈ കുട്ടിയോട് നീ കാണുന്ന അക്രമത്തിന്, പരാക്രമത്തിന് തക്കതായ പ്രതികാരം നിന്നോട് ചോദിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കും. നീ എന്താ മനസ്സിലാക്കിയത്? ഈ ഗുലാം അഥവാ അടിമയെ ദ്രോഹിച്ചു, അടിമയെ ഇടിച്ചു. ഉടനെ തന്നെ അള്ളാഹുവിന്റെ വഴിയിൽ ഞാൻ അദ്ദേഹത്തിനെ സ്വതന്ത്രനാക്കി വിട്ടു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. എന്താണ് ആ സമീപനം? കണ്ടില്ലേ? ആ അക്രമത്തിൽ നിന്നിട്ട് അറുതി വരുത്താൻ ഉടനെ തന്നെ ആ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഞാൻ ആ അടിമയെ എന്ത് ചെയ്തു? ചെല്ലി എന്നാണ്. നീ അങ്ങനെ കാട്ടിയിട്ടില്ലെങ്കിൽ നരകം നിന്നെ സ്പർശിച്ചിരുന്നേനെ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു അടിമയെ ശിക്ഷിച്ചതിന് അല്ലെങ്കിൽ അടിച്ചതിന് കാശ് കൊടുത്ത് വാങ്ങിയ അടിമയാണ്. ഇപ്പോൾ എത്തിക്കച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ എളുപ്പം തോന്നുമല്ല. ഒരു പക്ഷെ 10 ലക്ഷം, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള 10 ലക്ഷം റിയാലൊക്കെ വിലയായിരിക്കും ആ അടിമയുടെ വില. ഉടനെ തന്നെ നരകം പറ്റൂല, എനിക്ക് വേണ്ട സ്വർഗമാണ്. അതിനുടനെ തന്നെ അദ്ദേഹം, അഥവാ നീ അടിമയെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ തീ സ്പർശിച്ചിരുന്നേനെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിൽ എവിടെ പ്രശ്നങ്ങൾ വരുന്നു അതിനെയെല്ലാം കയ്യാളി പരിപൂർണ ഉഹുവത്തുള്ളതായ ഒരു ദുൽമില്ലാത്ത, അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത, അനാചാരമില്ലാത്ത, അക്രമമില്ലാത്ത, അനിസ്ലാമിക ഏത് ശൈലികളില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ച ഭാഗമാണ് നാം കേൾക്കുന്നത്. യുദ്ധത്തിലേക്ക് ചെല്ലാണെങ്കിലോ മഹാസനുൽ ഇസ്ലാമിന്റെ മെയിൻ ഭാഗം യുദ്ധത്തിൽ നിൽക്കുന്നു. തൗഹീദ് കഴിഞ്ഞാൽ യുദ്ധം നിങ്ങളേക്ക് നിൽക്കുന്നതായി എയർപോർട്ട് റോഡ് ഉണ്ടല്ലോ, ഇത് എയർപോർട്ട് റോഡാണ്, പഴയ എയർപോർട്ട് റോഡാണ്. ഇത് ഇങ്ങനെ റോഡ് വരുന്നുണ്ട്. ദാറുൽ ഹദീസ് എന്ന ഇന്ന് നമ്മുടെ പരിപാടി നടക്കാൻ പോകുന്ന ആ ദാറുൽ ഹദീസിന്റെ മുമ്പിലുള്ള റോഡുണ്ടല്ലോ, അതിപ്പോൾ ഇവിടെ കട്ടായിരിക്കുകയാണ്. ഇവിടെയുള്ളതായ കെട്ടിടങ്ങളെയെല്ലാം പല കാരണത്താലും തകർത്താൻ ഓർഡർ വന്നെങ്കിലും നമ്മുടെ ക്ലാസ് മലയാളികൾക്ക് വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്ത് തന്നതായ ഈ ദശവർഷങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതായ ഈ പള്ളി, ഇത് ആസാർ എന്ന പേരിൽ അവിടെ നിലനിൽക്കുന്നു. ഈ പള്ളിയുടെ മുമ്പിൽ കൂടി വിട്ടുകിടക്കുന്ന റോഡാണ് ഷാരി അൽ മതാർ എന്ന് പറയുന്ന ഖദീം റോഡ്. ആ റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ അതിന്റെ സമാപനത്തിലാണ് എന്തുള്ളത്, സുൽത്താന റോഡ് ആരംഭിക്കുന്നത്. അവിടെയാണ് ശരീഅത്തുൽ വദാ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ, അഥവാ ഇവിടെ നിന്ന് യുദ്ധങ്ങളിലേക്ക് പട്ടാളക്കാർ പോകുമ്പോൾ അവിടെ അവരോട് വിടവാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ജംഗ്ഷൻ അതായിരുന്നു ഈ റോഡിന്റെ സമാപനം, അവസാനം വലത് ഭാഗത്തിലേക്ക് നാം ഇവിടുന്ന് പോകുമ്പോൾ ടർണാകുന്നതായ സ്ഥലം. അവിടെ ചെന്നിട്ട് മുഅ്തദ് യുദ്ധത്തിലേക്ക് പട്ടാളത്തെ നിയോഗിച്ചതായ സമയത്ത് അവരോട് റസൂലുള്ളാഹി ആഹ്വാനങ്ങൾ ചെയ്യുകയാണ്, വൃക്ഷങ്ങളെ വെട്ടി മുറിക്കരുത്, നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങളോട് പോരാടുന്നവരോടല്ലാതെ പോരാടാൻ പാടില്ല, കുട്ടികളെ കൊന്നുകളയരുത്, സ്ത്രീകളെ കൊന്നുകളയരുത്. സൗമഅത്തിൽ അത് അവരവരുടെ ആരാധനാലയങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുന്നതായ അത് ഫാദിരിമാരാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല, അങ്ങനെയുള്ള നിരപരാധികളെ നിങ്ങൾ തൊട്ടുപോകരുത്. നിങ്ങളോട് പോരാടുന്നവരെ മാത്രം നിങ്ങളോട് പോരാടുന്നവരോട് പോരാടുക. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ഇസ്ലാമിന്റെ എല്ലാ യുദ്ധങ്ങൾ പരിശോധിച്ചാൽ ആ യുദ്ധങ്ങളിലെല്ലാം ആ മഹാസിൻ, ആ പ്രത്യേകത നമുക്ക് തുറിച്ച് കാണാം. കൂടുതൽ നീട്ടി പറയാൻ നമ്മുടെ ടൈം സഹായിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിട്ട് സുബ്ഹാനല്ലാഹ് തുടക്കത്തിൽ 313 ആളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടാളത്തിലേക്ക് സെലക്ട് ചെയ്യാൻ കിട്ടിയത് ബദർ യുദ്ധം നടത്തിയപ്പോൾ. ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധം അതായിരുന്നു. അവസാനം ഈ മദീനയിലുള്ളതായ മുത്തമാസിക്കായ മുജ്തമഇലൂടെ റസൂലുള്ളാഹി വാർത്തെടുത്തത് എത്രയാണ്? മക്ക റിപ്പബ്ലിക്കിലേക്ക് പോയപ്പോൾ ഹിജ്റയുടെ 8ാമത്തെ വർഷത്തിൽ 10,000 പട്ടാളക്കാരെ തന്നെ സെലക്ട് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്തു. 10,000 പട്ടാളക്കാർ എന്ന് പറയുമ്പോൾ പട്ടാളക്കാരല്ലാത്ത നല്ലൊരു ശതമാനം വേറെയുമുണ്ട് ഇവിടെ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 10,000 പട്ടാളക്കാരെ ശേഖരിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. അവസാനമായി നടത്തിയ പോരാട്ടമാകുന്ന തബൂക്ക് യുദ്ധത്തിലേക്ക് പരിശോധിച്ച് നോക്കിയാൽ 33,000 പേരെ മദീനയിൽ നിന്ന് തന്നെ പട്ടാളക്കാരായിട്ട് സെലക്ട് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമനെ അള്ളാഹു തൗഫീഖ് ചെയ്തു. എന്തേ ഇത്രയും ചെറിയ കൊല്ലങ്ങളിലൂടെ 10 വർഷങ്ങളിലൂടെ 13 വർഷത്തിൽ സാധിക്കാത്തത് ഇവിടെ 10 വർഷത്തിലൂടെ റസൂലുള്ളാഹിക്ക് സാധിപ്പിച്ചു കൊടുത്തു. ആ ഇസ്ലാമിന്റെ മഹിമ തന്നെ, ആ ഇസ്ലാമിന്റെ മഹാസിന് തന്നെ, ആ ഇസ്ലാമിന്റെ ഫളായിൽ തന്നെ, ആ ഇസ്ലാമിന്റെ പ്രത്യേകത കണ്ട് അത് ആസ്വദിച്ച് കിട്ടണമെന്ന നിർബന്ധം ഇവിടെയുള്ളതായ അവസാനം ജീവിച്ച കപട വിശ്വാസികൾക്ക് വരെ ഉണ്ടായി. ആ കപട വിശ്വാസികൾ തൗബ ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് മടങ്ങിയ കാഴ്ചയാണ് മുസ്ലിം ലോകം കണ്ടത്. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിന്റെയും മനുഷ്യരാശിയുടെയും ശത്രുക്കളായ ജൂതന്മാരൊഴിച്ച് മറ്റുള്ളവരെല്ലാം ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ജൂതന്മാരിലിട്ട് കൈക്കൊണ്ടെണ്ണം മാത്രമുള്ളവർ മാത്രമേ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പറഞ്ഞു വരുന്നത്, മക്കയിലേക്ക് റസൂലുള്ളാഹി 10,000 പേരുമായിട്ട് പോയ പോക്ക് അത്ഭുത രംഗമാണ്, അസാധാരണ രംഗമാണ്. 10,000 പേര് പോകുമ്പോൾ ഉസ്ഫാൻ എന്ന് പറയുന്ന ആ മഹാ താഴ്വരയിലേക്ക് എത്തിയപ്പോൾ 10,000 തീ കത്തിക്കാൻ വേണ്ടി 10,000 സ്ഥലത്ത് തീ കത്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു പട്ടാളക്കാരോട്. അപ്പോൾ അബൂ സുഫിയാനെ പോലത്തെ മക്കയിലുള്ളതായ നേതൃത്വങ്ങൾ ഈ 10,000 സ്ഥലങ്ങളിൽ തീ കത്തുന്ന കാണുമ്പോൾ ഇതൊരു 1,00,000 പട്ടാളം ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് തോന്നും. അങ്ങനെ അവരെ പേടിപ്പിക്കാൻ, അവർക്ക് ഉറവുണ്ടാക്കാൻ, അവർക്ക് ഭയമുണ്ടാക്കിയെടുക്കാൻ റസൂലുള്ളാഹി കണ്ടതായ ഒരു ട്രിക്കാണത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുമ്പോൾ റസൂലുള്ളാഹി വളരെ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇസ്ലാമിന്റെ മഹാസിനിന്റെ യഥാർത്ഥ ശൈലി എവിടെയും അവിടെ ആക്രമിക്കുക അല്ലെങ്കിൽ കൊന്നൊടുക്കുക അത് റസൂലുള്ളാഹിന്റെ ലക്ഷ്യമായിരുന്നില്ല. അതുകൊണ്ട് മക്ക റിപ്പബ്ലിക്കിൽ എത്ര കണ്ട് കൊല്ലാതെ, എത്ര കണ്ട് വധിക്കാതെ, എത്ര കണ്ട് ശിക്ഷ നൽകാതെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു അത്ര കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചു. ആരെങ്കിലും മസ്ജിദുൽ ഹറാമിൽ കടന്നാൽ അവന്റെ രക്ഷ, ആരെങ്കിലും അവന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവന്റെ രക്ഷ, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവന്റെ രക്ഷ. അങ്ങനെ പ്രഖ്യാപനം നടക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവർ റസൂലുള്ളാഹി പറഞ്ഞ രൂപത്തിൽ അവരവരുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നു. അങ്ങനെ എല്ലാവർക്കും സംരക്ഷിക്കാൻ സാധിച്ചു. റസൂലുള്ളാഹി അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതായ ഒരു പ്രത്യേക വകുപ്പുണ്ട്. 9ഓളം പേര് ഏകദേശം. അവരെ എങ്ങനെ കണ്ടാലും എവിടെ കണ്ടാലും കഅബത്തിന്റെ എല്ല പിടിച്ചു തൂങ്ങിക്കണ്ടാലും അവരെ വെട്ടിക്കൊല്ലണമെന്ന് റസൂലുള്ളാഹി തീരുമാനിച്ചിരുന്നു. ഇങ്ങനെ തീരുമാനിച്ച അത്രയും പരാക്രമികളാണ്, സാധാരണക്കാരല്ല. ഈ ഇസ്ലാമിന്റെ പുഴുക്കളായിരുന്നു അവർ എന്നതുകൊണ്ട് അവരെ നശിപ്പിക്കണം എങ്ങനെയാണെങ്കിലും എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചിട്ട് പോലും അവരിൽ നിന്നിട്ട് 3 പേരെ മാത്രമേ കൊല്ലേണ്ട ആവശ്യം വന്നുള്ളൂ. ബാക്കിയുള്ളവരെ മുഴുവനും അവർക്ക് മുസ്ലിം ആവാനുള്ള ചാൻസ് ലഭിക്കുകയും അവർക്ക് മാഫ് ചെയ്യപ്പെടുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ആരുണ്ട്? അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ സൈനബ റളിയല്ലാഹു തആല ഗർഭിണിയായിട്ട് ഹിജ്റ വന്നപ്പോൾ, ഗർഭിണിയായി മക്കയിൽ നിന്നിട്ട് ഹിജ്റ വരുമ്പോൾ അവരെ ദ്രോഹിച്ച് മർദ്ദിച്ച് അവരുടെ കൂടെയുള്ളതായ ഗർഭം താഴെ വീണുപോയി, ഇസ്ഖാത്ത് നടന്നുപോയി. എത്ര വലിയ അക്രമമാണ്! റസൂലുള്ളാഹിന്റെ മകൾ സൈനബിന്റെ ഗർഭം നശിച്ചു. എന്ത് കാരണത്താൽ? ഈ വ്യക്തിയുടെ അക്രമം കാരണത്താൽ. അങ്ങനെയുള്ള ഹബ്ബാർ ഇബ്നുൽ അസ്വദ് എന്ന വ്യക്തി റസൂലുള്ളാഹി കൊല്ലാൻ വേണ്ടി എവിടെ കണ്ടാലും കൊല്ലണമെന്ന് പ്രഖ്യാപിച്ച 9 ആളിൽ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം മുസ്ലിമായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരിച്ചു, അദ്ദേഹത്തിന് മാഫി ചെയ്യുകയും ചെയ്തു. അതാണ് ഈ മഹാസിനുൽ ഇസ്ലാം, അതാണ് ഫളായിലുൽ ഇസ്ലാം. ഇങ്ങനെയൊക്കെ നാം കേൾക്കുമ്പോൾ നമുക്ക് വീര്യമുണ്ടാവണം, ആവേശമുണ്ടാവണം. എവിടെ പോയാലും, ഏത് മേഖലയിൽ പോയാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് അമ്പലത്തിലേക്ക് പോയാൽ, ഏത് ചർച്ചിലേക്ക് പോയാൽ, ഏത് സ്റ്റേജിലേക്ക് പോയാൽ അവിടെയൊന്നും പതരാത്ത പാദത്തോടെ, ചിതരാത്ത ചിത്തത്തോടെ അടിയുറച്ച് ഈ തൗഹീദിൽ നിൽക്കാനുള്ള ആ പ്രാപ്തി, കഴിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണെന്ന് പറഞ്ഞത്. പിടിച്ചോ തെളിവ്. ആരെയും പേടിക്കേണ്ടതില്ല, ആരെയും പൂസേണ്ടതില്ല. അല്ലാഹു അല്ലാത്ത ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവൻ അതിന് തെളിവേ ഇല്ല. അവന് ഞാൻ തക്കതായ പ്രതികാരം അവന്റെ റബ്ബാകുന്ന എന്റെ അടുക്കൽ കിട്ടുക തന്നെ ചെയ്യും എന്ന ആ വാണിംഗ് നൽകിയിട്ടാണ് ആയത്ത് സമാപിച്ചത് എന്ന് ഞാൻ നേരത്തെ കേൾപ്പിച്ചു. മക്ക റിപ്പബ്ലിക്കിൽ എന്താ സംഭവിച്ചത്? അവിടെ എല്ലാവർക്കും പ്രതീക്ഷയുള്ളത് എന്താണ്? ഈ മഹാശക്തിയാകുന്ന മുഹമ്മദ്, 10,000 പേര് പട്ടാളക്കാർ മാത്രം ഉള്ളതായ മുഹമ്മദ്, ആ മുഹമ്മദിനെ ഞങ്ങൾ പീഡിപ്പിച്ചു, കഷ്ടപ്പെടുത്തി, അദ്ദേഹത്തിന് കഴുത്തിൽ വെള്ളിയിട്ട് മുറുക്കി, അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി പലപ്പോഴും പാടുപെട്ടു, അവനെ നാടുകടത്തി. അങ്ങനെയുള്ള ഞങ്ങളോട് പ്രതികാരം ചോദിക്കും ഇപ്പോൾ എന്ന ആ പ്രതീക്ഷയിലാണ് മക്കക്കാരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം. ആ സന്ദർഭത്തിൽ അവര് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, കഴുത്തും താഴ്ത്തിയിട്ട് എന്താ മുഹമ്മദിന്റെ വിധി വരുന്നത്. അപ്പോഴാണ് കേൾക്കുന്നതായ സുന്ദരമായ ആസ്വാദ്യകരമായ സ്വർണ്ണ ലിപികൾ കൊണ്ട് കുറിക്കപ്പെടേണ്ടതായ പദം എന്ത്? ഇദ്ഹബൂ അൻതുമുത്തുലഖാ, നിങ്ങൾക്കെല്ലാം ഞാൻ ഒഴിവ് നൽകി, നിങ്ങൾക്ക്
നിങ്ങൾക്കെല്ലാം ഞാൻ മാഫ് ചെയ്തു, പോയിക്കോളി, നിങ്ങളോട് ആരോടും ഇപ്പോൾ പ്രതികാരം ചോദിക്കുന്നില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എൻ്റെ ഓർമ്മയിൽ വരികയാണ്, ഞാൻ സൗദി അറേബ്യയിൽ വന്നിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഖുമൈനി വന്നത് ഇവിടേക്ക്, ഇറാനിലേക്ക്. എന്നിട്ട് വന്നിട്ട് എന്താ കാട്ടിയത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ചരിത്രം വായിക്കുന്നവർക്കറിയാം. 2200 കമാൻഡർമാരെ ഓരോ ദിവസങ്ങളിൽ ഡിവൈഡ് ചെയ്തിട്ട് ദിവസം തോറും ഞങ്ങൾ വാർത്ത കേൾക്കലാണ്. ഇന്ന് 100 പേരെ വെട്ടിക്കൊന്നു, നാളെ 100 പേരെ വെട്ടിക്കൊല്ലും, മറ്റന്നാൾ 100 പേരെ വെട്ടിക്കൊല്ലും. അങ്ങനെ സാധാരണക്കാരെയല്ല, ജനറാലുമാരെ, ഉയർന്ന സ്റ്റാൻഡേർഡ് ഉള്ളതായ ഉദ്യോഗസ്ഥന്മാരെ, അവര് ഇദ്ദേഹം വരുന്നതിന് മുമ്പുള്ള ഭരണത്തിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു എന്നതാണ് അവരുടെ കുറ്റം. എന്നല്ലാതെ അവർ സുന്നികളായതുകൊണ്ട് മാത്രമല്ല, അവര് ഷിയാക്കളല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ വിപരീതമായി മാറുമോ എന്ന പേടിയാണ്. അതല്ല റസൂലുള്ളാഹി ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? എല്ലാവർക്കും മാഫി ചെയ്തു. അതുകൊണ്ടാണ് റസൂൽ ചെയ്ത 70 യുദ്ധം, റസൂലുള്ളാഹിന്റെ സഹാബാക്കളോടുകൂടി ഈ ചെയ്തതായ 70-ൽ 28ഓളം റസൂൽ പങ്കെടുത്തു എന്ന് നാം പറഞ്ഞതായ യുദ്ധങ്ങളിലെല്ലാം കൂടി നാം പരിശോധിച്ച് നോക്കിയാൽ വളരെ തുച്ഛം പേര് മാത്രമാണ് ഇസ്ലാമിന്റെ പേരിൽ ഷഹീദായവർ തന്നെ കാണുക. മറ്റുള്ളവരുടെ എണ്ണം പോകട്ടെ, മുസ്ലിങ്ങളിൽ തന്നെ ഷഹീദായവരുടെ എണ്ണം കാണുക. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിപൂർണ മതത്തിന്റെ ആ മൂലാധാരമാകുന്ന ആ തൗഹീദ് സ്ഥാപിക്കേണ്ടതുപോലെ സ്ഥാപിക്കേണ്ടവർ സ്ഥാപിച്ചത് കൊണ്ട് അവിടുന്ന് നാം ചലിക്കുക, അവിടുന്ന് പ്രവർത്തിക്കുക, അവിടുന്ന് നാം രംഗത്തിറങ്ങുക, അവിടുന്ന് നാം നമ്മുടെ പ്രബോധനം ആരംഭിക്കുക എന്ന തത്വമാണ് നാം മുമ്പിൽ വെക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി വിജയിച്ചതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വിജയിച്ചു. ഹജ്ജ് സീസണിലാണ് അദ്ദേഹം ദഅവത്ത് നടത്തിയത്. ആ ദഅവത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ വഹാബ് റസൂലുമായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ടല്ല, ബന്ധം ഇല്ല എന്ന് പറഞ്ഞാൽ തുല്യത ഉള്ളത് കൊണ്ടല്ല. അതേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി 300-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റസൂൽ കൊണ്ടുവന്നതായ അതേ ഖുർആനും സുന്നത്തും ഇവിടെ നടപ്പാക്കണമെന്ന് നിർബന്ധമുണ്ടായ ഒരു നേതൃത്വമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് അനുഗ്രഹത്തിന്റെ കവാടം തുറന്നു കൊടുത്തു. ഇതെന്തൊക്കെ പറയല്ലോ, ചോറ് തന്ന ബുദ്ധിയുള്ളവന് തുറിച്ചു നോക്കിയാൽ കണ്ണു പൊട്ടിയവനാണെങ്കിലും കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ ആ 300ഓളം വർഷമായി, 270-ൽ പരം വർഷമായി ഈ ഭരണകൂടം നടക്കുന്നത്. അതിൽ മക്ക മദീന ഉൾക്കൊള്ളുന്ന ഹിജാസ് 100ഓളം വർഷമായി ഈ ഭരണകൂടം അതേ രൂപത്തിൽ നടക്കുന്നത്. അതേ രൂപത്തിൽ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട്, തൗഹീദിന്റെ വിജയ പതാക പറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കാനുള്ള തൗഫീഖ് ഇവിടുത്തെ നേതൃത്വങ്ങൾക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ഇതിൽ ലോക മുസ്ലിങ്ങൾക്കും ലോക ജനതയ്ക്കും പാഠമുണ്ട് എന്നതാണ് പറഞ്ഞു വന്നത്. ഈ തൗഹീദിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സേവിക്കുന്നവർക്കല്ലാതെ എവിടെയും വിജയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അലൈക്കും ബിൽ തൗഹീദ്, അലൈക്കും ബിൽ അഖീദ, അലൈക്കും ബിൽ കിതാബി വസ്സുന്ന. നിങ്ങൾ കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ ഏൽപ്പിച്ചതായ ആ ബാധ്യത ഉൾക്കൊണ്ടുകൊണ്ട്, റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ച ആ ബാധ്യത, ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കാൻ വേണ്ടി പാടുപെടുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഞാൻ നേരത്തെ പറഞ്ഞതായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഇവന്റെ സംസാരത്തിന്റെ സമാപനത്തിലൂടെ പ്രഖ്യാപിച്ചതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. അത് വിജയകരമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം ഗുണകാംക്ഷയാണ് എന്ന പ്രമേയത്തിൽ മദീന ഇസ്ലാഹി സെൻറ്റർ നടത്തുന്ന ചതുർമാസ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും എന്ന വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ സ്വഹാബാക്കളെടുത്ത നിലപാടുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ വാർത്തെടുത്ത രീതിയുമൊക്കെ വിശദീകരിച്ച് നമുക്ക് ക്ലാസ് എടുത്തു തന്ന ബഹുമാന്യനായ ഗുരുനാഥൻ ഡോക്ടർ അഷ്റഫ് മൗലവിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.